തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തൊട്ടിൽ കാണാതായ തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുന്നു. കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ സംഘം ഉടനെത്തും. കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കോളറ ബാധയിൽ ഉറവിടം കണ്ടെത്താനാകാതെ അധികൃതർ. സ്വകാര്യ ഹോസ്റ്റലിൽ കോളറ സ്ഥിരീകരിച്ചത് 13 പേർക്ക്. വെന്റിലേറ്ററിൽ തുടരുന്ന കുട്ടിയുടെ നില അതീവ ഗുരുതരം. തൃശൂർ ചാവക്കാട് എലിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചു. തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന അത്രയും വലിയ ശക്തികളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണ്ടേ? ഞാനാരും ചതിക്കാത്തത് കൊണ്ട് മറ്റേ ചതിയന്മാരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ചതിയന്മാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് പ്രമോദ് കോട്ടൂളി. പാർട്ടി സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിച്ചവരെ പുറത്തു കൊണ്ടുവരും. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗത്തിന് നേരെ പ്രമോദിന്റെ പരാമർശം. എല്ലാ ചതികളിലും നിങ്ങളാണ് നായകനെന്ന് പ്രേംകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മറുപടി. പെൻസിൽവാനിയയിലെ പൊതുയോഗത്തിനിടെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിവെപ്പ്. വെടിയുതിർത്തത് 20-കാരൻ തോമസ് മാത്യു ക്രൂക്ക്. അക്രമി കൊല്ലപ്പെട്ടു. ട്രംപ് സുരക്ഷിതൻ. പ്രളയഭീതിയിൽ ഉത്തരേന്ത്യ. യുപിയിൽ 750ഓളം ഗ്രാമങ്ങൾ വെള്ളത്തിൽ. ബീഹാറിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. അസമിൽ മഴക്കെടുതിയിൽ മരണം 100 കടന്നു. കേരളത്തിൽ ഇന്നും മഴ കനക്കും. ചാമ്പ്യന്മാരെ കാത്ത ഫുട്ബോൾ ലോകം. യൂറോ ഫൈനലിൽ സ്പെയിൻ ഇംഗ്ലണ്ടിനെ നേരിടും. കോപ്പയിലെ കലാശ പോരാട്ടം അർജന്റീനയും കൊളംബിയയും തമ്മിൽ. വിംബിൾഡൺ പുരുഷ ഫൈനലിൽ ജോക്കോവിച്ചും അൽക്കാരസും ഏറ്റുമുട്ടും.